സുലൈമാൻ അൽ ഒബൈദ്, ഒരു ശത്രു രാജ്യത്തിന്റെ പകയിൽ നീറിയടങ്ങിയ ഒരു രാജ്യത്തിന്റെ സ്വന്തം പെലെ. ജോട്ടയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പല മാധ്യമങ്ങളും വാതോരാതെ സംസാരിക്കുന്നു. അതൊരു കാർ അപകടത്തിൽ നടന്ന സ്വാഭാവിക മരണമായിരുന്നു. പക്ഷേ മറുഭാഗത്ത് ഒരുത്തനെ കൊല ചെയ്യപ്പെട്ട് അദ്ദേഹത്തിന് നീതിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുത്തനുമില്ല. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിനിടെ പട്ടിണി കടക്കുന്ന തന്റെ കുടുംബത്തിന് ഭക്ഷണം തേടിപ്പോയ സുലൈമാൻ അൽ ഒബൈദിനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുകയായിരുന്നു. ഫലസ്തീനിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കരിയറിൽ 100-ലധികം ഗോളുകൾ, 21 മത്സരങ്ങൾ ഫലസ്തീനായി കളിച്ചു. 2015-നും 2018-നും ഇടയിൽ 3 തുടർച്ചയായിട്ടുള്ള ഗോൾഡൻ ബൂട്ടുകൾ നേടി ഫലസ്തീനിലെ ഗാസ ലീഗിൽ ആധിപത്യം. ഫലസ്തീനിന്റെ കറുത്തമുത്ത്, ഫലസ്തീനിന്റെ പെലെ, ഫലസ്തീനിന്റെ ഹെൻറി എന്നീ പേരുകൾ ഇതിനോടകം തന്നെ സുലൈമാൻ അൽ ഒബൈദിന്റെ പേരിലായിരുന്നു. പക്ഷേ അതിലുപരി അദ്ദേഹം 2 ആൺമക്കളുടെയും 3 പെൺമക്കളുടെയും പിതാവായിരുന്നു. ഇതിനോടകം തന്നെ ഈ ഒരു യുദ്ധത്തിൽ 700-ൽ പരം ഫലസ്തീനിന്റെ അത്ലറ്റുകൾ മരണപ്പെട്ടു. അതിൽ 300-ൽ കൂടുതലും ഫുട്ബോൾ പ്ലെയേഴ്സ്. ശരിക്കും ഇസ്രായേൽ എന്നൊരു രാജ്യത്തിന്റെ സ്വാർത്ഥത മാത്രമാണ് ഈ ഒരു യുദ്ധത്തിന് പിന്നിൽ. നിങ്ങൾ ഈ ഒരു യുദ്ധം മനസ്സുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സേവ് ഗസ എന്ന് ഫലസ്തീനിന് ഐക്യദാർഢ്യം അറിയിക്കുക.